നിലമ്പൂരിൽ അൻവർ 19,000 വോട്ട് പിടിച്ചു. ഈ വോട്ട് CPM-ൻ്റെ വോട്ടല്ല, BJP-യുടെ വോട്ടല്ല, കോൺഗ്രസിൻ്റെ വോട്ടുമല്ല. പിന്നെ വോട്ട് ആരുടെ? ലീഗിൻ്റെ വോട്ടാണ്. ലീഗ് പറഞ്ഞ് ചെയ്യിച്ച വോട്ടാണ് അൻവറിന് കിട്ടിയത്. അല്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പറയട്ടെ. കുഞ്ഞാലിക്കുട്ടിയും പരിപാലങ്ങളെല്ലാം അൻവറിന് സൈഡായിരുന്നു. പക്ഷെ അൻവറിന് അതിൽ കൂടുതൽ വോട്ട് ലീഗിൽ നിന്ന് കിട്ടിയില്ല. കിട്ടിയ വോട്ട് ലീഗിൻ്റെ വോട്ടാണ്. അല്ലാതെ അൻവർ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കൊണ്ടൊന്നും അല്ല അൻവർ 19,000 വോട്ട് വാങ്ങിയത്. ഈ പറയുന്ന പോലെ അൻവറിന് അവിടെ വോട്ടൊന്നും കിട്ടുകയില്ല. അൻവർ കൂടി വന്നു കഴിഞ്ഞാൽ 2,000 കൂടി വന്നാൽ അതിൽ കൂടുതൽ അൻവറിന് അവിടെ കിട്ടുകത്തില്ല. പിന്നെ എങ്ങനെ അൻവർ ജയിക്കുന്നു? അപ്പം അൻവറിൻ്റെ കഴിവ് കൊണ്ടൊന്നും അല്ല അത്ര വോട്ട് കിട്ടുക. അവിടെ ഒരു വർഗീയ സ്വഭാവം അവിടെ ഉണ്ടായി. വർഗീയതയാണല്ലോ ഏറ്റവും അവിടെ മുൻപന്തിയിൽ നിന്നിരുന്നത്. വർഗീയ വോട്ട്. അൻവർ ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് അൻവറിനിവിടെ 19,000 വോട്ട് ലീഗുകാർ കൊടുത്തത്. അല്ലെങ്കിൽ അൻവറിന് ആ വോട്ടൊന്നും അവിടെ കിട്ടത്തില്ല. അൻവർ അവിടെ പരാജയപ്പെടും. ഒരു 2,000 വോട്ടിൽ കൂടുതൽ അൻവറിന് അവിടെ കിട്ടുകയില്ല. അൻവറിന് ആര് കൊടുക്കാനോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം ലീഗുകാർ അവിടെ സൈഡ് ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവുമായിട്ട് ലീഗുകാർ ഉടക്കിയല്ലോ. ഞങ്ങളിനി ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞില്ല. അവിടെ എങ്ങനെയും അൻവറിനെ ജയിപ്പിക്കാനുള്ള ഒരു ശ്രമം അവിടെ ലീഗുകാർ നടത്തി. പക്ഷെ അത് വിലപ്പോയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം യഥാർത്ഥ ചിത്രം നിലമ്പൂരിലെ ഇതാണ്. വർഗീയപരമായ വോട്ട് അൻവറിന് കിട്ടിയതുകൊണ്ട് അൻവർ 19,000 വോട്ട് അവിടെ നേടി. അത്രയേ ഉള്ളൂ. ബൈ.